അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു. ഇനി സ്വരാജ് വന്നിട്ടില്ല വെച്ചാൽ പ്രിയങ്ക ഗാന്ധി അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടാണോ എത്ര വോട്ടിന് ജയിച്ചത്? ആണോ ഇപ്പം അറിയുന്നവർ? അങ്ങനെ എന്നു മുതലാണ് ഇങ്ങനത്തെ വാദം തുടങ്ങിയത്? സ്വരാജ് ആ നാട്ടുകാരനാണ്. സ്വരാജ് അവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വന്ന സഖാവാണ്. അതെ, നിശ്ചയദാർഢ്യത്തോട് നിലപാടെടുക്കുന്നയാളാണ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വരാജ് അവിടെ വന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാലിശമായ വാദമാണെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വരാജിനെ അറിയാം. സ്വരാജ് എടുക്കുന്ന നിലപാടറിയാം. ഞങ്ങൾ സഖാവ് സ്വരാജിനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി UDFിൻ്റെ നേതൃത്വത്തിൻ്റെ മുഖം തന്നെ വാടിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, കരുത്തനായ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ നല്ല നിലയിലെത്തിക്കുന്ന പോരാളിയാണ് സ്വരാജ്. സ്വരാജ് നിലമ്പൂർക്കാരനാണ്. എല്ലാ നിലയിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്നതാണ് സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. LDFിൻ്റെ 2026 തിരഞ്ഞെടുപ്പ് വിജയം തുടർച്ചയായ ഭരണത്തിൻ്റെ സഹായകരമാകുന്ന ഒരു നിലയായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. എല്ലാ നിലയിലും ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൊതുവെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ നല്ല നിലയിൽ ജനങ്ങളിലെത്തിക്കാനും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ LDF സർക്കാർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഇതിലൂടെ സാധിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയാൻ പോകുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം നല്ല നിലയിൽ ഞങ്ങൾ ജനങ്ങളിലെത്തിക്കും.